ഇനി എനിക്ക് നിങ്ങളെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണിക്കാനുണ്ട്. ഇതുകൂടെ കാണിച്ചിട്ട് തുടങ്ങാം. ലാസ്റ്റ് KVA വേഴ്സസ് TVA ഇഷ്യൂവിൽ എന്താണ് അവർ പറഞ്ഞത്? മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ഡ്രാഗ് ചെയ്യുന്നു. അത് ലാസ്റ്റ് TGA വേഴ്സസ് KVA സിറ്റുവേഷൻ വന്നപ്പം നിങ്ങളോട് ഞാൻ എന്തോ ഇവിടെ പറഞ്ഞു ഗൈസ്, അവരായി അവരുടെ കാര്യം, അവർ വേറെ സെർവറിലാണ്, നമ്മൾ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല, അവരുടെ പണി നോക്കി പൊക്കോട്ടെ എന്നല്ലേ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഇത് എന്നിട്ട് അതായത് അവരെ ഡ്രാഗ് ചെയ്ത് ഈ പറയണത് പോലെ ഇതിനകത്തോട്ട് ഇടണ്ട എന്നുള്ളൊരു ഇത് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചപ്പോൾ അതും ചെയ്യണമല്ലോ. ഞാൻ കാസ്ട്രോയ്ക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ആണ് ഈ ലൈവ് വരുന്നത് കേട്ടോ. ഞാനൊരു POV നിങ്ങളെ കാണിച്ചു തരാം. അവരുടെ പുതിയ കണ്ടന്റ് കേട്ടാ, അവരുടെ പുതിയ കണ്ടന്റ്. ഇങ്ങോട്ട് കിട്ടിയതിന്റെ ഡബിളായി കൊടുത്ത ശീലം, ഇങ്ങോട്ട് കിട്ടിയതിന് ഡബിളായി കൊടുത്ത ശീലം ഇവിടെ ചോദിച്ചാൽ അറിയാമെന്ന്. അപ്പം ഞാൻ കാസ്ട്രോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് വേറൊരാൾ ഇറക്കിയ കണ്ടന്റ് ആണെന്ന്. ആൻഡ് ഇതിനകത്ത് ഡബ് ചെയ്യാൻ വോയിസ് വരെ അയച്ചു കൊടുത്തേക്കുന്നത് അവരുടെ പ്ലേയേഴ്സാണ്. ഒന്നിത്. ഇനി ഞാൻ നിങ്ങളെ വേറൊരു വലിയ POV കാണിച്ചു തരാം, വേറൊരു കിടില സാധനം. എല്ലാവരും കണ്ടോണേ. കള്ളന്മാരുടെ പൂണ്ട് വിളയാട്ടം. സിറ്റിയിൽ കള്ളൻ ദിനേശൻ എന്ന് പറയുന്ന കള്ളന്റെ പൂണ്ട് വിളയാട്ടം. നാട്ടുകാർ അതീവ ജാഗ്രതയിൽ. ഇയാൾ രാത്രിയിലും പകലിലും ഒരേ നേരം കള്ളം ചെയ്യാൻ വേണ്ടി നാട്ടിലിറങ്ങി നടക്കുന്നു. ഇയാളെ സൂക്ഷിക്കുക. പോലീസിന്റെ പുതിയ വിവരണപ്രകാരം ഇദ്ദേഹം ഒരു നീല ഷർട്ടും മുണ്ടുപിടുത്തോണ്ടാണ് നടക്കുന്നത്. ഇദ്ദേഹം യാത്ര ചെയ്യുന്നത് ഒരു റെഡ് കളർ കാറിലാണ്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ഈ റെഡ് കളർ കാർ കാണുകയാണെങ്കിൽ അറിയിക്കുക. റെഡ് കളർ കാറേടാ, ഞാൻ നിന്റെയൊക്കെ പോലെ നാട്ടുകാരെ നക്കി ഊമ്പിച്ച് മറ്റേ ബാക്കിയുള്ളവരുടെ ഫ്രസ്ട്രേഷനും തീർത്ത് ഉണ്ടാക്കിയതല്ല. ഞാൻ അങ്ങേർക്ക് മേടിച്ചു കൊടുത്ത റെഡ് കളർ കാർ. നിനക്കൊക്കെ ഒരു അണ്ടി മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏടാ ഫ്രസ്ട്രേറ്റഡ് വാണവേ, ശിഖണ്ഡി തളയാ. ഇവൻ ജീവിതത്തിൽ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈരനാണ് കേസ്. ഇവനൊരു തന്തയില്ലാത്ത പുണ്ടച്ചിയാ, മനസ്സിലായ? ഇവൻ മറ്റേ പിഴച്ചിട്ടുണ്ടായതാണ് ഇവൻ അങ്ങനെ. അതുകൊണ്ടാണ് ഇവന്റെ പ്രശ്നം അതാ, മനസ്സിലായ? എന്നിട്ട് ഞാൻ എന്തെങ്കിലും റിപ്ലൈ പറഞ്ഞ അപ്പ പറയും മറ്റേ ഇത് വ്യൂസ് ഉണ്ടാക്കാനും മറ്റേ ഇതിനാണ്. ഇതാരാ ചെയ്യുന്നത്? അപ്പൊ ഇതാരാ ചെയ്യണേ? ഞാൻ എന്തേലും ഡ്രാഗ് ചെയ്തു ഇവന്മാരെ എന്തേലും ഡ്രാഗ് ചെയ്തോ? ഇവന്മാരുടെ ഈ തന്തയില്ലായ്മ കണ്ട ഇവന്മാരുടെ പന്ന പോലെയാടി. എടാ പോടാ ശിഖണ്ഡി വാണമേ. നിന്നെ കൊണ്ട് ഇങ്ങനെ ശിഖണ്ഡി ആയിട്ട് ജീവിതം മൊത്തം ജീവിക്കാനേ പറ്റത്തുള്ളൂ, മനസ്സിലായോ? നീ ഇങ്ങനെ ജീവിക്ക്, അതേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. വേറൊന്നും പറ്റൂല, വേറൊന്നിനും നിന്നെ കൊണ്ട് കൊള്ളൂല. അല്ലെ നീ ജീവിതത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ പോണില്ല. നീ എന്ത് ചെയ്താലും സക്സസ്ഫുൾ ആവാൻ പോണില്ല, മനസ്സിലായോ? നീ ഒരു ശിഖണ്ഡിയാ, അതായിപ്പോയി. നീ അങ്ങനെ ജനിച്ചുപോയി. അതിനി ഒരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല. മറ്റേ Gmail രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലും നീ മെയിലും ഫീമെയിലും കൊടുക്കരുത്, അതർ കൊടുക്കണം. എന്നാലും നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായോ? നീ അങ്ങനെ ആയിപ്പോയി അളിയാ, ഒന്നും ചെയ്യാനില്ല ഇതിനകത്ത്. ആൻഡ് ഇതിന്റെ പേരിൽ നാളെ കൊണ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വരുമായിരിക്കും. പക്ഷെ എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല. പക്ഷെ ഇതിനകത്ത് ഞാനല്ല ഇവരെ ആരെയും ഡ്രാഗ് ചെയ്തേക്കുന്നത്. ഒരു കാര്യമില്ലാതെ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കാര്യമില്ലാതെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുമായിരുന്നു. ഇത്രയും ദിവസം ഞാൻ ഇഗ്നോർ ചെയ്ത്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി ഈ സാധനം. ഇത് ഇന്നലെ ഇറങ്ങിയത്, അല്ലെ ഇത് ഇന്നലെ ഇറങ്ങിയതായത്. ഞാനിത് കുറച്ച് നാളായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുക കഴിച്ചു. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു ഫീൽ ബാഡ് ആവണ്ട, ഇഷ്യൂ ആവണ്ടെന്ന് വിചാരിച്ച് ഞാനിത് ഇഗ്നോർ ചെയ്ത് വിട്ടോണ്ടിരിക്കുക. ഇത് ഗെയിമിന്റെ പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതിന് വോയിസ് ഡബ് കൊടുത്ത ആരാ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എനിക്കിതിന് വോയിസ് ഡബ് കൊടുത്ത ആരാണെന്ന് നന്നായിട്ട്. ഈ സൗണ്ട് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരുടെ ശബ്ദമാണ്. കള്ളന്മാരുടെ പൂണ്ട് വിളയാട്ടം. സിറ്റിയിൽ കള്ളൻ ദിനേശൻ എന്ന് പറയുന്ന കള്ളന്റെ പൂണ്ട് വിളയാട്ടം. നാട്ടുകാർ അതീവ ജാഗ്രതയിൽ. ഇയാൾ രാത്രിയിലും പകലിലും ഒരേ നേരം കള്ളം ചെയ്യാൻ വേണ്ടി നാട്ടിലിറങ്ങി നടക്കുന്നു. ഇയാളെ സൂക്ഷിക്കുക. പോലീസിന്റെ പുതിയ വിവരണപ്രകാരം ഇദ്ദേഹം ഒരു നീല ഷർട്ടും മുണ്ടുപിടുത്തും. ഒന്നും അല്ല ബ്രോ, മാത്രമല്ല അതിലൊരു സാധനം ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതെനിക്കറിയാം. സൗണ്ട് കൊടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മാത്രമല്ല, വെച്ച് മാത്രമല്ല ചെയ്യണത്. ഇത് വേറെ സാധനമുണ്ട്, മറ്റേ കൺവേർട്ട് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഇത് നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്ത് വെച്ചിരിക്കണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ഏത് വോയിസ് ആണ് ഇവൻ ചേഞ്ച് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഇൻഫോ ഉണ്ടല്ലോ, ഈ ഇൻഫോ എൻ്റെ പേഴ്സണൽ ഇതിൽ നിന്ന് എടുത്തതാണ്. എൻ്റെ അച്ഛൻ്റെ അപ്പിയറൻസ്, വണ്ടിയുടെ കാറ്, നെയിം, ഇതല്ല. കുറെ ആയടാ ഇത്. കുറെ ആയിട്ട് ഇത് മിണ്ടാതിരിക്കുകയാണ്. കുറെ ആയിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുകയാണ്.
KV വേഴ്സസ് TJ സിറ്റുവേഷനിൽ എന്നെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവന്മാർക്ക്? ഞാൻ അവരെ ഡ്രാഗ് ചെയ്തില്ലല്ലോ. ഇന്നലെ സ്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ എന്തോ പറഞ്ഞേ, എടാ അത് നമുക്ക് സംസാരിക്കണ്ട, അത് നമുക്ക് വിട്ടേരെ എന്നുള്ള രീതിയിൽ ഞാൻ വിട്ടത്. ഇന്നലെ ഞാൻ ഇരുന്ന് കൊണ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ 2 ദിവസമായിട്ട് ലൈവ് ആണെന്നല്ലേ? സത്യസന്ധമായിട്ട് പറയാം. ഞാൻ അവരെ ട്രിഗർ ചെയ്യാനോ അവരെ ഇന്റൻഷനിൽ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ ചെയ്തെങ്കിൽ നിങ്ങൾക്കത് പറയാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടുക. വീണ്ടും ഓരോരുത്തന്മാർ ഇത് കൊണ്ടുവന്ന് ഗ്രൂപ്പിലും എനിക്ക് പേഴ്സണലി ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. എത്ര നാളെന്ന് പറഞ്ഞാടാ ഇന്ന് കേട്ടോണ്ടിരിക്കണേ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് അടിച്ച്. സത്യം പറഞ്ഞാൽ എനിക്കത് ഷോക്ക് അടിച്ച്. പക്ഷേ ഞാൻ വേറെ ആരെയും KVL ഒരാളെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്ത് പറയണില്ല. പക്ഷേ ഈ ശിഖണ്ഡി ഉണ്ടല്ലോ, ഈ ശിഖണ്ഡി അമ്മായി, അവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂട്ട് ലോകത്തിലൊരു വാണത്തിനെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറയാലോ, ഇതുപോലൊരുത്തനെ. എടാ അവൻ ഒരു ടീച്ചറാണെന്നൊക്കെയാ പറയണേ. അവനൊരു ടീച്ചറാണെന്ന്. ഇതുപോലത്തെ ഒരു ശിഖണ്ഡിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അളിയ. ശരിക്കും ഞാൻ പറയുക, ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരാളെ. കേസൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കേസൊന്നും കൊടുക്കേണ്ട കാര്യമില്ലടാ. കേസൊന്നും കൊടുക്കാൻ ഞാൻ പോകത്തില്ല. കേസൊന്നും ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഇവനുള്ള മറുപടി നേരിട്ട് തന്നെ അല്ല കൊടുക്കേണ്ടത്. അത് അങ്ങനെ തന്നെ കൊടുക്കണം. എപ്പോഴെങ്കിലും നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടും. നമുക്കതിനുള്ളൊരു അവസരം കിട്ടുമ്പോൾ നമുക്ക് നേരിട്ട് കൊടുക്കുക. അതാണ് നല്ലത്. അത് തന്നെ നല്ലത്. പിന്നെ ബ്രോ, ഗെറ്റ് എ ലൈഫ്. സീരിയസ്ലി അവർ KVL ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം കളിച്ചിട്ട്, ഈവൻ ഞാൻ ഇപ്പോഴും പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. എനിക്ക് പേഴ്സണലി കോൺടാക്റ്റ് ഉള്ള കുറച്ച് പേരുണ്ട് അവിടെ, നിങ്ങളുടെ അതിനകത്ത് കളിക്കുന്ന പിള്ളേരിൽ കുറച്ച് പേര്. അവരെന്നോട് പറഞ്ഞ കാര്യങ്ങൾ വരെ എനിക്കറിയാം എന്തൊക്കെയാണെന്ന്. സോ അതുകൊണ്ട് എനിക്ക് അതിൽ കൂടുതലൊന്നും ഞാൻ വെളിയിൽ എക്സ്പോസ് ചെയ്ത് പറയുന്നില്ല. വേറൊരു ഗ്യാങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, അവരുടെ വഴിക്ക് വിട്ട് അവരുടെ എങ്കിലും ഇതോടെ അവരുടെ പേരൂടെ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുണ്ണത്തരം കാണിക്കില്ലേ. ഞങ്ങളെ ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാളെ ഞാനും ഇത് സെയിം ചെയ്യും. കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ അരി മുട്ടിച്ചു, വെള്ളം കൂടി മുട്ടിച്ചു എന്ന് പറഞ്ഞ് വന്ന് കരയരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെയൊക്കെ അരി പോയി, അന്നം പോയി, വെള്ളം പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഞങ്ങളും ഈ സെയിം നാളത്തെ TVയുടെ കണ്ടന്റ്സിൽ ഞങ്ങളും KV ഉൾപ്പെടുത്താം. സിറ്റിയിൽ നമുക്ക് യാതൊരു ഇൻഫ്ലുവൻസ് ഇല്ലാത്ത കാസ്ട്രോയെ ഞങ്ങൾ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ആവുന്നു നമുക്ക് നോക്കാം. അടുത്ത കുറച്ച് സിനിമാറ്റിക്സിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു നോക്കാം. അന്നേരം നിങ്ങൾ ലൈവ് ഇടുമോയെന്ന് അറിയണമല്ലോ. അറിയാം. നിങ്ങളുടെ മറ്റേ ബാക്കി വലിയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വന്ന് ലൈവ് ഇടുന്നത് വീട്ടിട്ട് എന്തോ പറയുന്നതെന്ന് നമുക്കൂടെ ഒന്ന് കേട്ട് നോക്കാം. എല്ലാം കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വന്ന് ട്രിഗർ ചെയ്യരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് നിന്റെ ഒന്നും ഒരാളെ പേടിയില്ല. മറ്റേ ഓരോന്ന് ഭീഷണിപ്പെടുത്തുന്നു, മറ്റേ അത് റിവീലാക്കി ഇത് റിവീലാക്കി. എനിക്ക് ഒരു അണ്ടിയില്ല റിവീലാക്കിയ. എൻ്റെ റിയൽ ലൈഫിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊക്കെ മറ്റേ റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവീൽ ഇറ്റ്. എൻ്റെ റിയൽ ലൈഫ് അല്ല ഞാൻ സ്ട്രീം ചെയ്യുന്നത്. ഞാൻ ഇവിടെ RP സ്ട്രീം ചെയ്യുന്നത്. അത് കാണാൻ ആൾക്കാരുണ്ടാവും. ഞാൻ റിയൽ ലൈഫിൽ ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അത് പേഴ്സണലി തന്നെ ഇരുന്നോളും. എന്നെ ഞാൻ ജീവിക്കുന്നതും എന്നും നാട്ടുകാരുടെ ഇതിലല്ല. മനസ്സിലായോ? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റിവീൽ ചെയ്യണമെങ്കിൽ ഡു ഇറ്റ്. ധൈര്യമായിട്ട് ചെയ്യണം ബ്രോ, ധൈര്യമായിട്ട് ചെയ്യണം. ഞാൻ അടുത്ത ദിവസം തന്നെ സ്ട്രീമും വരും. ഞാൻ സ്ട്രീം വന്നിട്ട് ഞാൻ പറയാതെ എൻ്റെ പേഴ്സണൽ കാര്യമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റിവീൽ ചെയ്തോ, എനിക്കൊരു പ്രശ്നവും ഇല്ല. അടുത്ത ദിവസം ഞാൻ വന്ന് എൻ്റെ ഗെയിം സ്ട്രീം ചെയ്യും. അത് കാണാൻ ആളുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യും. ഇത് നിർത്തിക്കോ. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേറൊരു ദിവസം എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഞാനിത് പറയാനുള്ള കാര്യം ജസ്റ്റ് പറയാൻ വന്നേ ഉള്ളൂ. KVL ആരെങ്കിലും ബാക്കിയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇത് ഈ ഇഷ്യൂ വേസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തോടെ നിങ്ങളൊന്ന് കാര്യം ജസ്റ്റ് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിവിടെ നിർത്താൻ പറയാം. ഞാൻ അടുത്ത ദിവസത്തേക്ക് ഇത് ഡ്രാഗ് ചെയ്ത് നിങ്ങളെ മുമ്പിക്കാനൊന്നും ഞാൻ പോകില്ല. എനിക്ക് വേറെ പണിയുണ്ട്. കുറേ കാര്യങ്ങൾ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ ഓൾറെഡി ലേറ്റ് നൈറ്റ് ലൈവിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എബൌട്ട് ടു ലോഞ്ച് ആണത്. ഈ മാസം അവസാനം അത് ലോഞ്ച് ആവും. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കില്ല. എനിക്ക് അതും ലൈവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയാണിപ്പം. ഞാനപ്പം അതിൻ്റെ ഒരു ഇതിലൊക്കെ ഇരിക്കുക. അല്ലാതെ എനിക്ക് ഇതിനു വേണ്ടി സമയം കളയാൻ വേണ്ടിയിട്ടില്ല. ദയവേത് ഇങ്ങനെ എൻ്റെ ഫാമിലിയെ അവരെ ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തുള്ള മറ്റേ തന്തയില്ലാത്ത കളി കളിക്കില്ലെന്ന് ജസ്റ്റ് ഒന്ന് പറയണം. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ റിക്വസ്റ്റ്. ആൻഡ് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളിത് പറയണില്ല. പക്ഷേ ഇതെനിക്ക് പറയണമെന്ന് ചോദിക്കുക. ഇത് ചോദിച്ച് മേടിക്കണതാ. ഈ ഹെയ്റ്റ് ഇത് ചോദിച്ച് മേടിക്കണതാ. സീരിയസ്ലി ഈ ഹെയ്റ്റ് എല്ലാം കിട്ടുന്നത് കാസ്ട്രോയ്ക്കും ഇവർക്കും ഒക്കെ ആയിരിക്കും. സത്യം പറഞ്ഞു ഇവന്മാര് ചെയ്ത് കൂട്ടുന്നതൊക്കെ. അതെനിക്ക് പറയണമെന്ന് തോന്നി കഴിച്ചത്. അതെനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയാണ്. 10 മിനിറ്റ് ബ്രോ, 10 ഒന്ന് വെയിറ്റ് ചെയ്യ് ബ്രോ. 10 മിനിറ്റ്. ബാക്കി മനുഷ്യൻ ഇത് വെളിയിലിറങ്ങിയാൽ പോലും ഈ ഗെയിമിന്റെ പേരിലും മറ്റേ വീട്ടുകാരെ വരെ ഡ്രാഗ് ചെയ്ത് ഊമ്പിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതൊന്നൊക്കെ കാണുന്ന എൻ്റെ അവസ്ഥ എന്താണ് അത് മനസ്സിലാക്കണ്ടേ?
ഈ ടോപ്പിക്ക് വിടണല്ലേ ബ്രോ? എനിക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ല, ഇത് കുറേ ആയി ഇത് എനിക്ക് അങ്ങനെ വെറുതെ ഇതാക്കി കളയാൻ പറ്റത്തില്ല. എന്തിനാണ് ഞാനിപ്പോൾ അന്നത്തോടെ കൂടി അവരുടെ ഒരു കാര്യവും ഞാൻ ഇടപെടാതെ ഞാൻ ഇതാക്കിയതാണ്. ഞാൻ കാസ്ട്രോയോട് ചോദിച്ചപ്പം കാസ്ട്രോ എനിക്ക് തന്ന റിപ്ലൈ എന്ന് പറഞ്ഞാൽ, കാലം ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ് ഈ കണ്ടന്റ് ഇട്ടത്, ഈ കണ്ടന്റുമായിട്ട് അവർക്ക് ബന്ധമില്ലെന്ന്. പക്ഷെ വോയിസ് ഓവർ കൊടുത്തത് KVL മെമ്പർ അല്ലേ? അപ്പം ജസ്റ്റ് ചോദിക്കായിരുന്നല്ലോ എന്നെ അതിനകത്ത്. KVL വേഴ്സസ് TGA സിറ്റുവേഷൻ അല്ലേ? ഒരു വർഷമായി ഇവർക്ക് ഇതിന്റെ സിറ്റുവേഷൻ എടുത്തിട്ട്, പിന്നെ എന്തിനാണ് അതിനകത്തോട്ട് ട്രാക്ക് ചെയ്യണേ? തിരിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് ബ്രോ, ഇഷ്ടം പോലെ. അതുകൂടെ ആലോചിച്ചാൽ മതി, ജസ്റ്റ് ആലോചിച്ചാൽ മതി. അപ്പം അത്ര ഇതെനിക്ക് പറയണം തോന്നി. ഞാൻ